അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്, കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ എന്ന മനോഹരമായ ഒരു ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ, എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനിക്കുമാറാകട്ടെ. കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് കുടുംബവുമായി ബന്ധപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ വഴക്കിടാത്തവർ വളരെ ചുരുക്കമായിരിക്കും, അല്ലേ? എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോട് ചോദിക്കാണ്, ഭർത്താക്കന്മാരുമായി വഴക്കിടാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാൻ ചിലപ്പോൾ ആരും ഉണ്ടാവില്ല. തമാശക്കെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും? ഭാര്യ ഭർത്താവിനോടൊന്ന് പിണങ്ങിയിട്ടുണ്ടാകും, ഒന്ന് വഴക്കിട്ടിട്ടുണ്ടാകും. അതൊരു കുടുംബജീവിതത്തിന്റെ സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ്. കുടുംബത്തിൽ നബി തങ്ങളും ആയിഷ ബീവിയും വഴക്കുണ്ടായിട്ടുണ്ട്. അള്ളാഹിന്റെ റസൂൽ ആയിഷ ബീവി വഴക്കുണ്ടായപ്പോ ഒരു ദിവസം ആയിഷ ബീവിന് കൈയുടെ പള്ള, അതായത് കൈ വെള്ളഭാഗം കൊണ്ട് നബി തങ്ങളുടെ നെഞ്ചിലേക്ക് ആഞ്ഞടിച്ചു എന്നാണ്. ഭാര്യ ഭർത്താവിനെ തല്ലിയെന്നാണ്. നബി തങ്ങൾ ചിരിച്ചു. അപ്പൊ ഇത് കണ്ടുകൊണ്ട് ആര് വന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു. ആയിഷ ബീവിയുടെ വാപ്പ ആയിഷ ബീവിയെ തടഞ്ഞു. എന്തിനാ അടിച്ചത്? ആ സമയത്ത് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, സിദ്ദീഖ് തങ്ങളെ, മോളെ ഭരിക്കുന്നത് വീട്ടിൽ, ഇതെന്റെ ഭാര്യ, എന്നല്ലേ അടിച്ചത്? പ്രശ്നമില്ല, നിങ്ങൾ വിട്ടോളി എന്ന് പറഞ്ഞു. ഇവിടെ ഭാര്യ ഭർത്താക്കന്മാരാ, വാപ്പാക്ക് ഇവിടെ വേണ്ട, ഇത് എന്റെ ഞാനുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഭരിക്കുന്നതും വിലക്കുന്നതും വീട്ടിലാകാം, ഇവിടെ വേണ്ട. പറഞ്ഞതാടി നാളെ ഭർത്താവിനെ എടുത്തിട്ട് കുനിച്ചിർത്തി ഇടിക്കണോന്നല്ല കേട്ടോ. ആ ഉസ്താദ് പറഞ്ഞല്ലേ, നബി തങ്ങൾ ആയിഷ ബീവി അടിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് എന്താണ് ഇടിച്ചാ കാര്യം പറഞ്ഞ് നാളെ തൊട്ട് പാവപ്പെട്ടവന്മാർ ജോലി കഴിഞ്ഞ് വരുമ്പോൾ കുനിച്ചിർത്തി ഇടിക്കണമെന്നതിന് അർത്ഥം ഇല്ല കേട്ടോ. ഞാൻ ഒരു സംഭവം പറഞ്ഞു പോയി എന്ന് മാത്രം. അപ്പൊ അതൊക്കെ കുടുംബജീവിതത്തിന്റെ പിണക്കങ്ങളൊക്കെ സന്തോഷമാണ്. പക്ഷേ നമ്മൾ ഇന്ന് പറയുന്നത്, കുടുംബത്തിൽ ഭർത്താവിനോട് പിണങ്ങിയിരിക്കുമ്പോൾ, ഭർത്താവിനോട് ദേഷ്യം വരുമ്പോൾ, ഭർത്താവിനോട് ചെറിയൊരു പിണക്കം വരുമ്പോൾ നമ്മൾ പറയാൻ പാടില്ലാത്ത 7 കാര്യങ്ങളുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത 7 കാര്യങ്ങൾ. ഇത് ചെയ്താൽ കുടുംബം തകരും, ഇത് ചെയ്താൽ നമുക്ക് ജീവിതത്തിൽ പരാജയമാണ്, വീട്ടിൽ ബറക്കത്ത് ഉണ്ടാകൂല. അങ്ങനെ ഇത് പറയുമ്പോൾ സ്ത്രീകളെ കുറ്റപ്പെടുത്തണമെന്ന് പറയല്ലേ, ഒരു കുടുംബത്തിന്റെ സന്തോഷത്തിന് ഒരുമിക്കും വേണ്ടി പഠിപ്പിച്ചു തരാണ്. അള്ളാഹു ഭാഗ്യം തരട്ടെ. അപ്പൊ പ്രിയമുള്ളവരെ, ഭർത്താവിനോട് പിണങ്ങിയാൽ, ഭർത്താവിനോട് ചെറിയ ദേഷ്യവും കലിപ്പൊക്കെ തോന്നുമ്പോൾ ഈ 7 കാര്യങ്ങൾ ഒഴിവാക്കുക. ഏതൊക്കെയെന്നല്ലേ വേഗം ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തത്, കോപത്തിൽ ഉടനെ മറുപടി പറയരുത്, ദേഷ്യത്തിൽ മറുപടി പറയരുത്. എന്ന് പറഞ്ഞാൽ ഭർത്താവ് ചായ ചോദിക്കണം, ദേഷ്യം വന്നിരിക്കുകയാണ്, പിണങ്ങി ദേഷ്യം വന്നു, ദേഷ്യത്തെ വർത്താനം പറഞ്ഞ ഉദാഹരണം പറഞ്ഞുതരാം. എവിടെ ഒരു ചായ എടുത്തേന്ന് പറയും. അപ്പൊ സത്യത്തിൽ വീട്ടിൽ പാലില്ല, വീട്ടിൽ അപ്പൊ ദേഷ്യം, മനസ്സിൽ ഇങ്ങനെ ദേഷ്യം ഇരിക്കണല്ലോ, ഇവിടെ പാലൊന്നുമില്ല. സത്യം ഭാര്യ എന്താ പറഞ്ഞ? സത്യമാണ് പറഞ്ഞു, പാലില്ല, ചായ ഇടാൻ പറ്റൂല, കട്ടൻ വേണമെങ്കിൽ തരാം. അപ്പൊ ഭർത്താവ് ചോദിച്ചു, ഇവിടെ ദേഷ്യമൊക്കെ പെട്ട് വഴക്ക കഴിഞ്ഞപ്പോ ഭാര്യ ദേഷ്യപ്പെട്ടിരിക്കുമ്പോ ഭർത്താവ് പറഞ്ഞു, ഇവിടെ ഒരു ചായ എടുത്തേ. അപ്പൊ ഓള് പറഞ്ഞു, ഇവിടെ പാലൊന്നുമില്ല, വേണമെങ്കിൽ കട്ട ഇട്ടുതരാം എന്ന് പറഞ്ഞു. സത്യത്തിൽ ദേഷ്യത്തിലെ പറഞ്ഞ വർത്തമാനം സത്യമായ വാക്കാണ്. പ്രശ്നമായില്ലേ? അത് പിന്നെ ഈ പടക്കക്കടയില് തീ കത്തിച്ചിടുന്ന പോലെയാവും. എരുതിയിൽ എണ്ണ ഒഴിക്കാന്നറിയില്ലേ? പിന്നെ അവിടെ ബദറായി, ഉഹദായി, ഹന്തക്കായി, ആകെ പ്രശ്നമായി. ദേഷ്യം വന്നിരിക്കുമ്പോൾ സംസാരിക്കാം, അത് വലിയ മുറിവേൽപ്പിക്കും, അല്ലേ? ആ വർഷങ്ങളായുള്ള സ്നേഹത്തിൽ വലിയ മുറിവുണ്ടാക്കും ദേഷ്യത്തിലെ ഒരു വാക്ക്. നമ്മൾ മനസ്സിൽ ചിന്തിച്ചു, ചില ആളുകൾ നമ്മൾ ദേഷ്യപ്പെടുമ്പോഴേ, ചില ആളുകൾ നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാവും. ചില ആളുകൾ നമ്മളെ തല്ലിയാലും നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, മൈൻഡാക്കൂല. ചില ആളുകൾ നമ്മൾ വെറുതെ ഒന്ന് ദേഷ്യപ്പെട്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റൂല. അതാണ് സ്നേഹത്തിന്റെ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ദേഷ്യം വരുമ്പോൾ പ്രിയമുള്ളവരെ, ഒന്നാമത് ചെയ്യാൻ പാടില്ലാത്ത കാര്യം, കോപത്തിലിരിക്കുമ്പോൾ ഉടനടി മറുപടി നമ്മൾ പറയരുത്. രണ്ടാമത്തെ കാര്യം, പഴയ തെറ്റുകൾ വീണ്ടും വീണ്ടും എടുത്തു പറയരുത്. പഴയ തെറ്റുകൾ എടുത്തെടുത്ത് പറയരുത്, ഇല്ലേ? ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം ഓർമ്മശക്തി കൂടുതലാണ്. ഏതിനെന്നറിയോ? വീട്ടിലെ ഈ അടുക്കളയില് കത്തി നമ്മൾ എവിടെയെങ്കിലും സവാളയോ അല്ലെങ്കിൽ മുളകോ തക്കാളിയൊക്കെ നമ്മളിങ്ങനെ അരിഞ്ഞിട്ട് കത്തി എവിടെയെങ്കിലും വെക്കും. കത്തി നമ്മൾ എവിടെയെങ്കിലും വെക്കും. ഇവിടെ പിന്നെ നമ്മൾ നോക്കുമ്പോൾ കത്തി എവിടെയെന്ന് കാണൂല, കത്തി നമുക്ക് ഓർമ്മയുണ്ടാവില്ല. ഒരു പാത്രം നമ്മൾ അവിടെ വെച്ചു, കടുകിന്റെ ടിന്നെവിടെ, അത് നമുക്കറിയില്ല, മറന്നുപോകും. പക്ഷേ ഭർത്താവിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ എത്ര നാള് കഴിഞ്ഞാലും സമയവും സന്ദർഭവും മിനിറ്റും സെക്കൻഡും ഒക്കെ ഓർമ്മയുണ്ടാവും. വഴക്ക് വരുമ്പോൾ അത് അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് വരികയും ചെയ്യും. എന്നാലും മനുഷ്യ, നിങ്ങൾ അന്നത് ചെയ്തില്ലേ, ഇത് ഇങ്ങനെ പറഞ്ഞില്ലേ, അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഇതൊക്കെ നമ്മൾ പറയും. അമ്മമാരെ, പെങ്ങളെ വേണ്ട, അതിന് പറയരുത്. കഴിഞ്ഞത് അത് തിരുത്താനുള്ള സമയം നമ്മൾ കൊടുത്തു, തിരുത്തി അങ്ങനെ പോവാൻ. പിന്നെ പഴയ തെറ്റുകൾ നമ്മൾ പറയാൻ പാടില്ല. നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. 10 വർഷം മുമ്പുള്ള തെറ്റുകൾ വീണ്ടും എടുത്തിട്ട് പറയാം. 10 വർഷം മുമ്പുള്ള കാര്യം എടുത്തു വരാൻ ഓർമ്മ ശക്തി ഉണ്ടാവും.
ഓർമ്മശക്തി ഉണ്ടാകും. ഈ അടുത്ത് എന്നോടൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ ഇങ്ങനെ പറയാൻ കാര്യം എന്താണെന്നറിയോ? ഉസ്താദ് അങ്ങനെ പെണ്ണുങ്ങളെ കുറ്റം പറയണം. എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു അനുഭവം പറഞ്ഞതാ. അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുഞ്ഞ് സ്കൂളിൽ പഠിക്കാം. അപ്പോൾ ആ സഹോദരന്റെ PTA മീറ്റിംഗ്, കുട്ടികൾ രക്ഷകർത്താക്കളുടെ മീറ്റിംഗ് ഉണ്ടാവുമല്ലോ. അപ്പോഴേ ഭാര്യയ്ക്ക് എന്തോ അസൗകര്യം കൊണ്ട് പോകാൻ പറ്റിയില്ല. അന്നെന്തോ വീട്ടിലെന്തോ ഫംഗ്ഷൻ ഉള്ളത് കൊണ്ട്, കുടുംബത്തിൽ ഫംഗ്ഷൻ കൊണ്ട് പോയില്ല. അപ്പോൾ ഈ കൂട്ടുകാരനാണ് പോയത്. അപ്പോൾ അദ്ദേഹം പോയി അവിടെ ചെന്ന് സംസാരിച്ചു. തിരിച്ചു വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, ടീച്ചർ മാറിയല്ലേ, കഴിഞ്ഞ വർഷത്തെ ടീച്ചർ അല്ലല്ലോ. അല്ലെ എന്ത് എങ്ങനെ മനസ്സിലായി? അല്ല, കഴിഞ്ഞ വർഷം കണ്ട ടീച്ചറല്ല, ആ ടീച്ചറിന് മീശ ഉള്ള ടീച്ചറാണല്ലോ അപ്പോൾ പഠിപ്പിക്കണേന്ന് പറഞ്ഞു. കൂട്ടുകാരൻ ജോലിക്ക് പോകുന്ന ആളാണല്ലോ, അപ്പൊ പിന്നെ സാധാരണക്കാരനാണല്ലോ. അപ്പൊ ഭാര്യയോട് പറഞ്ഞു, മീശയുള്ള ടീച്ചറല്ലേ മോനെ പഠിപ്പിക്കുന്നത്. ഭാര്യ പറഞ്ഞു, നിങ്ങൾ എന്തിനാ മീശ നോക്കാൻ പോയെ? ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യം കഴിഞ്ഞു. ഒരു വർഷം കഴിഞ്ഞ് കുട്ടി 4-ൽ നിന്ന് ജയിച്ച്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4-ൽ നിന്ന് ജയിച്ച് 5-ലായി. അങ്ങനെ വീടിന്റെ പണിക്ക് കുറച്ച് ഇഷ്ടികയില്ലേ, കട്ട വീടിന്റെ മുറ്റത്ത് ഇറക്കി വെച്ചിരുന്നു. അപ്പൊ ഭർത്താവ് ജോലിക്ക് പോയപ്പോഴാണ് ഈ ഇഷ്ടിക വന്നത്. ഭാര്യയോട് പറഞ്ഞ് ഇറക്കി വെക്കാൻ പറഞ്ഞു. ജോലിക്കാർ ലോഡിങ്ങാർ വന്ന് ഇറക്കി വെച്ചു. അകത്തേക്ക് ജോലി കഴിഞ്ഞിട്ട് വരുന്ന സമയത്തിൽ രാത്രിയിലല്ലേ, അപ്പൊ ഈ പതിപോലെ വരുന്നത് പോലെ വണ്ടി കൊണ്ടുവച്ചിട്ട് വന്നപ്പോൾ കട്ടയിൽ തട്ടി ആള് വീണു, ചുടുകട്ടയിൽ തട്ടി ആള് വീണു. സ്വാഭാവികമായി ഭാര്യ ചോദിച്ചു, ഭാര്യയോട് നീ പറയാൻ പാടില്ല കട്ട അവിടെ ഇരിക്കുന്നു എന്ന്. അപ്പൊ രാവിലെ ഭാര്യ ചോദിച്ചു, നിങ്ങൾക്ക് രാവിലെ ഇങ്ങോട്ട് പറഞ്ഞല്ലേ കട്ട വന്നു എന്ന്? അപ്പൊ ഭർത്താവ് ഞാൻ മറന്നുപോയി. അപ്പൊ എടുത്തവായി ഭാര്യ ചോദിച്ചു എന്നാണ്, കഴിഞ്ഞ വർഷം മോന്റെ PTA പോയപ്പോ ആ ടീച്ചറിന്റെ മീശ നിങ്ങൾ കണ്ട് മറന്നുപോയില്ലല്ല എന്ന് പറഞ്ഞു എന്നാണ്. അപ്പൊ ഓർമ്മയും സമയമുണ്ട് എന്നാണ് പറഞ്ഞ സംഭവം. അള്ളാഹു മനസ്സിലാക്കാൻ ബാക്കിയാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ എന്ത് ചെയ്യുക? പഴയ തെറ്റുകൾ വീണ്ടും നമ്മൾ എന്ത് ആവർത്തിച്ച് പറയാൻ പാടില്ല. മൂന്നാമത്തത്, ഓർത്തോർത്ത് പറയരുത്, തെറ്റാണ്. മൂന്നാമത്തത്, അപമാനിക്കുന്ന വാക്കുകൾ ഒഴിവാക്കുക. ചില ഉമ്മമാര്, ചില ഭാര്യമാര് പറയും, നിങ്ങൾക്ക് ഒരു കഴിവുമില്ല, നിങ്ങളെ വിവാഹം കഴിച്ച തെറ്റായി പോയി, അങ്ങനെ നിങ്ങൾ ഒന്നിനും കൊള്ളൂല, നിങ്ങൾ എന്തിനിങ്ങനെ നടക്കണേ, നിങ്ങൾ എന്തിനിങ്ങനെ ഇരിക്കണേ, നിങ്ങൾ എന്തിനങ്ങനെ ചെയ്യണേ. കുറ്റം പറയരുത്. അപമാനിക്കുന്ന വാക്കുകൾ അവരോട് പറയരുത്. അവിടെ മനസ്സിന് പുറമേ അവരൊന്നും പറഞ്ഞില്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ വേദന ഉണ്ടാക്കും. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം വരട്ടെ. നാലാമത്തത്, കുട്ടികളുടെ മുന്നിൽ വെച്ച് വഴക്കിടരുത്. നിങ്ങൾക്ക് വഴക്കുണ്ടാക്കാം, കുടുംബത്തിലൊക്കെ വഴക്കണം. ഉമർ തങ്ങളും ഭാര്യയും വഴക്കുണ്ടായിട്ടുണ്ടല്ലോ, ചരിത്രങ്ങൾ ഒരുപാട് പറയണമെന്നുണ്ട്, സമയമില്ല. അപ്പൊ പ്രിയമുള്ളവരെ, വഴക്കുണ്ടാക്കണം. നിങ്ങൾ ബെഡ്റൂമിനകത്ത് ഭാര്യയും ഭർത്താവും മാത്രം വാതിലടച്ച അവിടെ നിങ്ങൾ ഗുസ്തി കൂടെ, ഇടി കൂടെ, കുനിച്ചീർത്ത് ഇടിക്കുക, എന്തോണോ അത് ഭാര്യയും ഭർത്താവും, അത് അവിടെ തീരും വേണം കേട്ടോ. പുറത്തേക്ക് പോകുമ്പോൾ അത് ഉണ്ടാവരുത്, അത് അകത്തുണ്ടാകണം. അകത്തുനിന്ന് വഴക്കിട്ടോളിയാൻ പ്രശ്നമില്ല. മക്കളെ മുമ്പിൽ വെച്ച് തെറി പറയുക, ചീത്ത വിളിക്കുക, മോശം പറയുക, അടിക്കുക, കുറ്റം പറയുക പാടില്ല. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അതോടൊപ്പം തന്നെ അഞ്ചാമത്തത്, ഭർത്താവിന്റെ സ്വകാര്യ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയരുത്. നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, എടീ നീ അറിഞ്ഞോടി, നമ്മൾ കോളേജ് ഗ്രൂപ്പുകളാണ്, തട്ടുകയാണ്, പാടില്ല. അത് ഗുരുതരമായ തെറ്റാണ്. ഭർത്താവ് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ചു വെക്കുക, ഭാര്യ നമ്മളോട് പറയുന്ന കാര്യം ഭർത്താവ് സൂക്ഷിച്ചു വെക്കുക, മറ്റൊരാളോട് നമ്മൾ പറയാൻ പാടില്ല. അതോടൊപ്പം തന്നെ ആറാമത്തത്, ദേഷ്യം വന്നിരിക്കുമ്പോൾ വിവാഹമോചനത്തെ കുറിച്ച് സംസാരിക്കരുത്. ദേഷ്യം വന്നിരിക്കുമ്പോൾ നിങ്ങൾ എന്നെ തലാക്കൂലി, നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടാക്കി, കഷ്ടകാലത്തിന് അങ്ങനെ ദേഷ്യം വരെ മോൻ പറയാണ്, എങ്കിൽ ഞാൻ നിന്നെ കൊണ്ടാക്കി, എനിക്ക് വേണ്ട തൊലാക്ക് എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ. അപ്പൊ ദേഷ്യം വന്നിരിക്കുമ്പോൾ വിവാഹമോചനം, തൊലാക്ക്, ഒഴിവാക്കുക, വീട്ടിൽ കൊണ്ടാക്കുക ഒന്നും പറയരുത്. ചില ദേഷ്യം വരുമ്പോൾ പെങ്ങന്മാർ പറയാം, അതെ നിങ്ങൾ എന്നെ വീട്ടിൽ കൊണ്ടാക്കി, നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ. ദേഷ്യം വരുമ്പോൾ പറയല്ലേ, അത് പറയാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഏഴാമത്തത്, പ്രശ്നം ജയിക്കാനല്ല ബന്ധം സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. ഭാര്യയും ഭർത്താവൊക്കെ വഴക്കൂടിയ ഉമ്മ ഒന്ന് തോറ്റു കൊടുത്തു പറഞ്ഞു ഒന്നും സംഭവിക്കാൻ പോണില്ല. ഭർത്താവിന്റെ മുമ്പിലല്ലേ, ഭർത്താവെ ഭാര്യയുടെ മുമ്പിൽ ഒന്ന് തോറ്റു കൊടുത്തു പറഞ്ഞ് നിന്റെ അഭിമാനമൊന്നും ഇവിടെ ആരും പണയപ്പെടുത്തൂല, ഞാൻ എങ്ങനെ ഉസ്താദെ ഭാര്യയുടെ മുമ്പിൽ തോക്കണേ? അതൊക്കെ കുടുംബജീവിതത്തിന്റെ ഭാഗമാടോ, അതൊക്കെ ഭാഗമാണ്. ഭാര്യ ഒന്ന് പിണങ്ങിരിക്കുമ്പോൾ ആശ്വസിപ്പിക്കുക, അതേ പോട്ടെ ഞാൻ ദേഷ്യം കൊണ്ട് പറഞ്ഞതാ, അതൊക്കെ എന്തൊരു സന്തോഷാന്നറിയോ. അപ്പൊ പ്രിയമുള്ളവരെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഏഴാമത്, പ്രശ്നം വലുതാക്കാതെ ചെറുതാക്കാൻ നോക്കുക, പരിഹരിക്കാൻ നോക്കണം എന്നുള്ളതാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ 7 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം. ദേഷ്യം എപ്പോഴും വരാം. ഇബ്ലീസ് ഒരു മനുഷ്യനെ നശിപ്പിക്കുന്നത്, വഴിതെറ്റിക്കുന്ന ദേഷ്യം വരുമ്പോഴാണ്. അള്ളാഹ് കാക്കട്ടെ. അപ്പൊ ആ ദേഷ്യം വരുമ്പോൾ ഈ 7 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ കുടുംബം സന്തോഷകരമാകും, ആനന്ദകരമാകും, വലിയ അബദ്ധങ്ങൾ സംഭവിക്കൂല. എന്നും പുതിയാപ്പിളയും പുതിയണ്ണിനെ പോലും കഴിയാം, എന്നും പുതിയാപ്പിളയും പുതിയണ്ണിനെ പോലും കഴിയാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബജീവിതത്തിൽ ബറക്കത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾക്കായി വോയിസ് ഓഫ് ഷഫീഖ് ബദ്രി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഒരു അറിവുമായി നാളെ നമുക്ക് കണ്ടുമുട്ടാം. അതോടൊപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രവാചക കഥകളിലൂടെ നല്ല നല്ല കഥകളും ചരിത്രങ്ങളും കേൾക്കാൻ ബദറിൻ തീരം ചരിത്ര കഥകൾ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. രാത്രി 9 മണിക്ക് അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറും തിബ്ബ് സ്വലാത്തും ഹദ്ദാദും പ്രവാചക ചരിത്രങ്ങളൊക്കെ പാടിയും പറയുന്നൊരു
സദസ്സുണ്ട്, അതിലെ ലിംഗം താഴെ കൊടുത്ത് ബദറിൻ തീരുമെന്നാണ് ആ മജ്ലിസിന്റെ പേര്. ഇതൊക്കെ നമ്മൾ ഏറ്റെടുക്കുക, സ്വീകരിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.